പണി എന്നുള്ള സിനിമയിൽ നല്ല അസല് പണി കിട്ടിയെങ്കിലും എന്താ ഇപ്പൊ ആ പണിയുടെ പേരിൽ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. എൻ്റെ പണി സിനിമ ഇറങ്ങിയതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ അംഗീകാരമാണിത്. അപ്പം ഇതുപോലൊരു ഇത്രയും ഫേമസ് ആയ രാമു കാര്യട്ട് സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് കിട്ടിയതിൽ ഈ നാട്ടുകാരോടും പ്രത്യേകിച്ച് തൃശ്ശൂരാണ് ഞങ്ങൾ പണി മുഴുവൻ ഷൂട്ട് ചെയ്തത്. അപ്പം ഇത് തൃശ്ശൂരുകാർക്കുള്ളതാണ്. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു. പണി ചെയ്തിട്ട് കിട്ടുന്നത് പണിയല്ല, അവാർഡുകളാണ് അല്ലേ? അതെ അതെ അതെ, അവാർഡുകളും അംഗീകാരങ്ങളാണ് കിട്ടുന്നത്. ഒരുപാട് സ്നേഹം, ഒരുപാട് പേരുടെ സ്നേഹം കിട്ടുന്നു. താങ്ക് യു. ആരോടാണ് കൂടുതലായിട്ട് കടപ്പാടുള്ളത് ഈ ഒരു ജീവിതത്തിൽ, ഈ ഒരു സിനിമാ ജീവിതത്തിൽ? സിനിമാ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പേരോടുണ്ട് കടപ്പാട്. എൻ്റെ സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ജോജു ജോർജിനോടുള്ള കടപ്പാട് ലൈഫിൽ തീരില്ല ഒരിക്കലും. കാരണം പണിയിലെ പാറൻ ദേവി എന്ന ശരിക്കും എന്നിലൊരു നടനെ പുറത്ത് കൊണ്ടുവന്നതാണ്. എൻ്റെ ഒരു നടനുണ്ടെന്ന് അറിഞ്ഞത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരുപാട് കടപ്പാടുണ്ട് ലൈഫിൽ. അതുപോലെ എനിക്ക് ഒരുപാട് ലാലേട്ടൻ, രഞ്ജിയേട്ടൻ, ഒത്തിരി പേരുണ്ട്. അതിൽ ജോജിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കും. പണി 2 വരാൻ പോവാണ്. എന്തോ നിർഭാഗ്യവശാൽ പണി ആദ്യ ഭാഗത്തിൽ കൊല്ലപ്പെട്ടത് കൊണ്ട് 2-ൽ ഉണ്ടാവില്ല വല്ല ആത്മാവായിട്ടെങ്കിലും. പണി 2-ന്റെ കഥ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല അതിൻ്റെ അകത്ത് ഫ്ലാഷ് ബാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും അറിയത്തില്ല. അതെല്ലാം ജോജു ജോർജിൻ്റെ തലയിലുള്ള കാര്യമാണ്. ജോജു ജോർജിനെ പകരം ചോദിക്കാനായിട്ട് അടുത്തൊരു അനന്തരാവകാശം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലോ? പണി 2 ഉണ്ടെന്ന് ജോജു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കഥ എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹം തന്നെ അത് പറയട്ടെ. ഓക്കെ, താങ്ക് യു. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ, സിനിമകൾ കിട്ടട്ടെ.